കെപിസിസി അധ്യക്ഷ സ്ഥാനത്ത് തുടരുമെന്ന് പ്രഖ്യാപിച്ച കെ സുധാകരൻ. പാർട്ടി മാറണമെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് മാറും. ദേശീയ നേതൃത്വം അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടില്ല. അധ്യക്ഷനെ മാറ്റണമെന്ന് ദീപാദാസ് മുൻഷി റിപ്പോർട്ട് നൽകിയതിന് സ്ഥിരീകരണം. പാർട്ടിയിൽ തനിക്കെതിരെ ഗൂഢാലോചനയെന്നും സുധാകരൻ മാറേണ്ട സാഹചര്യമില്ലെന്ന് കെ മുരളീധരൻ. אז יש עוד חניון השלישי שהוא למטה אחרי זה. ഇസ്രായേൽ വിമാനത്താവളത്തിന് നേരെ ഹൂതി ആക്രമണം. 6 പേർക്ക് പരിക്ക്. ആക്രമിച്ചവർക്ക് 7 മടങ്ങായി തിരികെ നൽകുമെന്ന് ഇസ്രായേൽ. മറ്റന്നാൾ വരെ വിമാന സർവീസുകൾ റദ്ദാക്കിയ എയർ ഇന്ത്യ ഡൽഹി ടെൽ അവീവ് വിമാനം വഴിതിരിച്ചുവിട്ടു. സർക്കാരിന്റെ വാർഷികാഘോഷ വേദിയിലൂടെ വേടന്റെ മടങ്ങിവരവ്. അറസ്റ്റിനെ തുടർന്ന് മാറ്റിവെച്ച ഇടുക്കിയിലെ പരിപാടി നാളെ നടക്കും. വേടനെ പിന്തുണച്ച് സിപിഎമ്മും സിപിഐയും വേടനെ വേട്ടയാടാൻ അനുവദിക്കില്ലെന്ന് എം വി ഗോവിന്ദൻ. പൂരം കലക്കലിൽ എഡിജിപി എം.ആർ. അജിത് കുമാറിനെ വെട്ടിലാക്കി കെ രാജന്റെ മൊഴി. പ്രശ്ന സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടും നടപടിയെടുത്തില്ല. ഫോൺ വിളിച്ചപ്പോൾ കിട്ടിയില്ലെന്നും കെ രാജന്റെ മൊഴി പ്രധാനമെന്ന് ബിനോയ് വിശ്വം. തൃശൂരിൽ സാമ്പിൾ വെടിക്കെട്ട് അല്പസമയത്തിനകം. പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കുറച്ച് ഇന്ത്യ. ചെനാബ് നദിക്ക് കുറുകെയുള്ള ഡാമിന്റെ സ്പിൽവേ താഴ്ത്തി. പ്രധാനമന്ത്രിയെ കണ്ട് വ്യോമസേനാ മേധാവി. ബൈസരൺ വാലിയിലെ കടക്കാരനെ ചോദ്യം ചെയ്ത് NIA. ബിലാവൽ ഭൂട്ടോ ഉൾപ്പെടെ പാക് നേതാക്കളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾക്ക് ഇന്ത്യയിൽ വിലക്ക്. വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേൽക്കുന്നവരുടെ എണ്ണം കൂടുന്നു. 4 വർഷത്തിനിടെ വാക്സിൻ എടുത്തിട്ടും മരിച്ചത് 22 പേർ. കൊല്ലത്ത് പേവിഷബാധയേറ്റ 7 വയസ്സുകാരിയുടെ നില അതീവ ഗുരുതരം. മെഡിക്കൽ കോളേജിലെ അനാസ്ഥയെന്ന് കുഞ്ഞു മരിക്കാൻ കാരണമെന്ന് മാപ്പ് പറഞ്ഞ് മലപ്പുറത്തെ CAയുടെ കുടുംബം. പത്തനംതിട്ടയിൽ മരിച്ച കുട്ടിയുടെ മാതാപിതാക്കൾ സർക്കാരിന് പരാതി നൽകും. തമിഴ്നാട്ടിലെ തിരുവാവൂരിൽ ഉണ്ടായ വാഹനാപകടത്തിൽ 4 മലയാളികൾ മരിച്ചു. 3 പേർക്ക് ഗുരുതര പരിക്ക്. മരിച്ചത് വേളാങ്കണ്ണി തീർത്ഥാടനത്തിന് പോയ നെയ്യാറ്റിൻകര സ്വദേശികൾ. തിരുവനന്തപുരം പട്ടത്ത് കാറും ഓട്ടോയും കൂട്ടിയിടിച്ച് തീപിടുത്തം. ഒരാൾ പൊള്ളലേറ്റ് മരിച്ചു.